ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് സാഹിത്യകാരന്മാരെയും അവരുടെ ആത്മകഥകളെയും പരിചയപ്പെടാം. നമുക്കറിയാം, ആത്മകഥയും ജീവചരിത്രവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. ആത്മകഥ എന്നത് ഒരാൾ തന്റെ കഥ സ്വയം എഴുതുന്നതാണ്, അയാൾ തന്നെ എഴുതുന്നതാണ് ആത്മകഥ. എന്നാൽ മറ്റൊരാൾ എഴുതുന്നതാണ് ഇത് ജീവചരിത്രം എന്നത്. നമുക്ക് കാര്യം അതല്ല. നമുക്കിന്ന് കുറച്ച് സാഹിത്യകാരന്മാരുടെ ആത്മകഥകളും അവ ആരുടേതാണ് എന്നും പഠിക്കാം. ആദ്യമായി എന്റെ വഴിത്തിരിവ്. എന്റെ വഴിത്തിരിവ് എന്ന ആത്മകഥയുടെ കർത്താവ് ആരാണ്? പൊൻകുന്നം വർക്കിയാണ്. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണേത്? എന്റെ വഴിത്തിരിവ്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSC ചോദിച്ച ചോദ്യങ്ങളും പിന്നീട് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ചോദ്യങ്ങളുമാണ്. മറ്റൊന്ന്, കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥ എന്നിലൂടെ. കുഞ്ഞുണ്ണി മാഷിനെ എല്ലാവർക്കും പരിചിതമുണ്ടാവും അല്ലെ. ആയിട്ടായി മിഠായി, തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി എന്ന് കുഞ്ഞുങ്ങളുടെ നാവിൽ എപ്പോഴും വരുന്ന ഒരു പാട്ട്. അപ്പോ എന്നിലൂടെ എന്ന ആത്മകഥയുടെ കർത്താവ് ആരാണ്? കുഞ്ഞുണ്ണി മാഷാണ്. മറ്റൊന്ന്, അരങ്ങ് കാണാത്ത നടൻ. അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥ തിക്കോടിയന്റേതാണ്. തിക്കോടിയൻ ആരാണ്? നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കുഞ്ഞനന്തൻ നായർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തീ കണ്ടോടിയവൻ കുഞ്ഞനന്തൻ നായർ. അപ്പോ തിക്കോടിയൻ എന്ന സാഹിത്യകാരന്റേതാണ് അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥ. അതുപോലെ ആത്മരേഖ എന്ന ആത്മകഥയുടെ കർത്താവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ആത്മരേഖ എന്ന ആത്മകഥയുടെ കർത്താവ് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന KE മത്തായിയുടെ ആത്മകഥയാണ് മരിക്കാത്ത ഓർമ്മകൾ. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന KE മത്തായിയുടെ ആത്മകഥയാണ് ഇത് മരിക്കാത്ത ഓർമ്മകൾ. അതുപോലെ എന്റെ നാടുകടത്തൽ. എന്റെ നാടുകടത്തൽ എന്ന ആത്മകഥ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാണ്. നമുക്കറിയാം, നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്നുണ്ട് അല്ലെ. അതായത് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ നാട് കടത്തുന്നു. അപ്പോൾ എന്റെ നാട് കടത്തൽ എന്ന ആത്മകഥയുടെ കർത്താവ് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. മറ്റൊന്ന്, PSC നിരന്തരമായി ചോദിച്ച ഒരു ചോദ്യമാണ് കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥയുടെ കർത്താവ് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഈ ജോസഫ് മുണ്ടശ്ശേരിയെ നമുക്ക് പരിചയമാണ്. EMS കേരളത്തിലെ ആദ്യ EMS മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര്? ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ഇത് 3 തവണ PSC ചോദിച്ചിട്ടുണ്ട്. കൊഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥ ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്. മറ്റൊരു PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ കർത്താവ് VT ഭട്ടതിരിപ്പാടാണ്. നമ്പൂതിരി സമുദായവുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് VT ഭട്ടതിരിപ്പാടിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഏത്? കണ്ണീരും കിനാവും എന്നത്. മറ്റൊന്ന്, ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് NN പിള്ളയാണ്. ഞാൻ എന്ന ആത്മകഥ NN പിള്ള. പിന്നീട് സർവീസ് സ്റ്റോറി എന്ന ആത്മകഥയുടെ കർത്താവ് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആത്മകഥയാണ് ഇത് സർവീസ് സ്റ്റോറി. പിന്നീട് ജീവിത സമരം. C കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം. C കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം. നമ്മള് കൊഴിഞ്ഞ ഇലകൾ പഠിച്ചു അല്ലെ. ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് എന്ന് പറഞ്ഞു. അടുത്തത് കഴിഞ്ഞ കാലം. കഴിഞ്ഞ കാലം എന്ന ആത്മകഥ KP കേശവമേനോന്റേതാണ്. KP കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. പിന്നീട് എന്റെ വഴിയമ്പലങ്ങൾ. എന്റെ വഴിയമ്പലങ്ങൾ എന്ന ആത്മകഥ SK പൊറ്റക്കാടിൻ്റെതാണ്. എന്റെ വഴിയമ്പലങ്ങൾ. SK പൊറ്റക്കാട് ഒരു സഞ്ചാര സാഹിത്യകാരനാണ് എന്ന് നമുക്കറിയാം അല്ലെ. അദ്ദേഹത്തിന്റെ ധാരാളം സഞ്ചാര കൃതികൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഇത് എന്റെ വഴിയമ്പലങ്ങൾ. അതുപോലെ P കുഞ്ഞിരാമൻ നായർ. കവിയുടെ കാൽപ്പാടുകൾ എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. കവിയുടെ കാൽപ്പാടുകൾ എന്നത് P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. അതുപോലെ P കേശവദേവിന്റെ ആത്മകഥയാണ് എതിർപ്പ്. P കേശവദേവിന്റെ ആത്മകഥയാണ് എതിർപ്പ്. കേശവദേവിന്റെ നോവൽ നമുക്കറിയാം, ഓടയിൽ നിന്ന് അല്ലെ. പ്രശസ്തമായ നോവലാണ് ഓടയിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എതിർപ്പ്. മറ്റൊന്ന്, തുടിക്കുന്ന താളുകൾ. തുടിക്കുന്ന താളുകൾ എന്ന ആത്മകഥ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ്. അതുപോലെ എന്റെ കഥ. എന്റെ കഥ എന്നത് മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ്. നിർമ്മാതളം പൂത്തകാലം അല്ലെ. നിർമ്മാതളത്തിന്റെ കഥാകാരി. എന്റെ കഥ എന്ന
ആത്മകഥ മാധവിക്കുട്ടിയുടേതാണ്. അതുപോലെ ഓർമ്മയുടെ അറകൾ എന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയാണ്. പിന്നീട് കഥ തുടരും എന്നത് ഈ അടുത്ത കാലത്ത് അന്തരിച്ച KPSC ലളിതയുടെ ആത്മകഥയാണ് കഥ തുടരും. നമുക്കൊന്ന് നോക്കാം. സർവീസ് സ്റ്റോറി എന്നത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആത്മകഥയാണ്. ജീവിത സമരം C കേശവൻ, കഴിഞ്ഞ കാലം KP കേശവമേനോൻ, അതുപോലെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്, കവിയുടെ കാൽപ്പാടുകൾ P കുഞ്ഞിരാമൻ നായർ, എതിർപ്പ് P കേശവദേവ്, തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, എന്റെ കഥ മാധവിക്കുട്ടി, ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ, കഥ തുടരും KPSC ലളിത. അതുപോലെ PSC ഒരു പ്രാവശ്യം ചോദിച്ചതാണ് ക്യാൻസർ വാർഡിലെ ചിരി. നമുക്കറിയാം നമ്മുടെ മലയാളികൾക്ക് സുപരിചിതനായ ഇന്നസെന്റിന്റെ കഥയാണ് ഇത്. ഇന്നസെന്റിന്റെ കൃതിയാണ് ക്യാൻസർ വാർഡിലെ ചിരി. ഇനി ഒരു കുരുവിയുടെ പതനം എന്നത് സാലിം അലിയുടെ ആത്മകഥയാണ്. പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട സാലിം അലിയുടെ ധാരാളം കൃതികളുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയും കഥയുടെ പേരും ഒരു കുരുവിയുടെ പതനം എന്നും. അതുപോലെ കൂത്താട്ടുകുളം മേരിയുടെ ആത്മകഥയാണ് കനലെരിയും കാലം. ഒരുപാട് തവണ ചോദിച്ചതാണ്. കനലെരിയും കാലം എന്ന ആത്മകഥയുടെ രചയിതാവ് ആര്? കൂത്താട്ടുകുളം മേരിയാണ് കനലെരിയും കാലം എന്ന ആത്മകഥ രചിച്ചത്. ഇനി മറ്റൊന്ന് ഓർത്തു വെക്കേണ്ടതാണ്. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ രചിച്ച കുറച്ച് ആൾക്കാരുടെ പേര്. EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. അതുപോലെ KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. VR കൃഷ്ണയ്യരുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. അന്നാചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. അതുപോലെ KM മാണിയുടെ ആത്മകഥയുടെ പേരും എന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. ഇത്രയുമാണ് ആത്മകഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്രയും സാഹിത്യകാരന്മാരുടെ, ഞാൻ ഈ പറഞ്ഞ സാഹിത്യകാരന്മാരുടെ ആത്മകഥകളുടെ പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഇത് ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും ബൈ. താങ്ക് യു.